أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദ് വേദിയിലുള്ള മാനേജ് സെക്രട്ടറി അധ്യക്ഷൻ ബാലാക്കാടക്കമുള്ള നമ്മുടെ നാട്ടിലെ കാരണവന്മാർ, സുഹൃത്തുക്കൾ, മറവും അൻവരി ഉസ്താദിൻ്റെ 7ാമത്തെ ആണ്ടിൻ്റെ സമയമാണ് ഇപ്പോൾ. എല്ലാ വർഷവും നേരത്തെ ബാലാക്കതെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ മഹലിൽ ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് ഉസ്താദിന് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് പരിപാടികൾ നടക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ, ഉസ്താദിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരായിരിക്കും ഞങ്ങളൊരു 4-5 ആളുകൾ. അതിലൊന്ന് ഞാൻ, അതുപോലെ തന്നെ നമ്മളെ ടി മുജീബ്, ബഷീർ, ഇസ്മായിൽ, അതുപോലെ തന്നെ നമ്മുടെ പരമോടത്ത് അഷറഫ് അടക്കമുള്ള ഞങ്ങൾ മദ്രസ കഴിഞ്ഞ സമയത്ത്, മദ്രസ ഞങ്ങൾ പഠനം അന്ന് 7 വരെയൊക്കെ ഉള്ളൂ. മദ്രസ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്താണ് അൻവരി ഉസ്താദ് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത്. നമുക്കറിയാം, ഈ മനാട്ടി പള്ളിയിൽ ആദ്യം ഒരു വർഷം ജുമാ ആരംഭിച്ച് 1 വർഷം അതിന് മുമ്പ് ഒരു അൻവരി ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹം വേറെ ജോലി കിട്ടിയപ്പോൾ താൽക്കാലികമായി ഇവിടെ നിന്ന് പോവുകയും അതിനുശേഷമാണ് നമ്മുടെ അബ്ദുൽ ഗഫാർ അൻവരി ഉസ്താദ് ഇവിടെ ജോലി ആയിട്ട് വരുന്നത്. ആ ഉസ്താദിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ അൻവരി ആദ്യമുണ്ടായിരുന്ന അൻവരി ഉസ്താദ് തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ നിയമിച്ചതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഏതായാലും ആ സമയത്ത് ഞങ്ങളെ മദ്രസ കഴിയുന്ന സമയത്ത് ഞങ്ങളെ ഉസ്താദ് വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു നമ്മളൊരു നാട്ടു ദർസ് നമ്മളൊന്ന് ആരംഭിക്കും, നിങ്ങൾ വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 4-5 ആളുകൾ ഒന്ന് മദ്രസ കഴിഞ്ഞ സമയമായതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഉസ്താദ് വിളിച്ചതുകൊണ്ട് ഞങ്ങൾ വരാം. അവരിപ്പിൻ്റെ ശേഷം പള്ളിയുടെ മുകളിൽ വെച്ച് അതൊരു വർഷമായിട്ട് നടന്നിട്ടുണ്ടാവുകയുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു വർഷം ഉസ്താദിൻ്റെ അടുക്കൽ ഓതി പഠിച്ച്, അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഉസ്താദ് മദ്രസയിൽ വന്ന് ഇവിടെ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് ഒരു വർഷം ഞങ്ങൾ പഠിച്ച് നമ്മൾ ഉസ്താദിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഏതായാലും നേരത്തെ ബാലാക്കാക്ക പറഞ്ഞതുപോലെ നമ്മുടെ ഈ മഹല്ലത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കി തീർത്തത് അൻവരി ഉസ്താദ്. അതുകൊണ്ടാണ് എല്ലാവർക്കും അൻവരി ഉസ്താദിനെ കേൾക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം മരിച്ച സമയത്ത് നമ്മുടെ മനാട്ടിയിലുള്ള ഒരു ബന്ധം പോലെ തന്നെ നമ്മുടെ കാച്ചടിയിൽ അദ്ദേഹത്തിന് വളരെ ബന്ധമുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും അവിടെ ഖുർആൻ ക്ലാസ്സിന് പോവുകയും അവിടുത്തെ ആളുകളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു ആളായിരുന്നു അൻവരി ഉസ്താദ്. അദ്ദേഹം എറണാകുളം മറ്റ് ഹോസ്പിറ്റലിലേക്ക് ആയ സമയത്താണ് മരണം സംഭവിക്കുന്നത്. അവിടെ നിന്ന് ജനാസ കൊണ്ടുവന്ന് അവിടെ നമ്മുടെ മാനാട്ടിയിലേക്ക് കൊണ്ടുവരണോ, അതെല്ലാം നമ്മൾ കാച്ചടിയിൽ മദ്രസയിൽ എത്തിക്കണോ എന്ന് ചർച്ച വന്നപ്പോൾ എല്ലാവർക്കും സൗകര്യപ്രകാരം നമുക്ക് കാച്ചടി മദ്രസയിൽ അവിടെ ജനാസ കൊണ്ടുവന്ന് അവിടെ കുളിപ്പിച്ച് അവിടെ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ ജനാസ നമസ്കരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആ പള്ളിയിലൊക്കെ അന്ന് ജനാസ നമസ്കാരത്തിന് 100 കണക്കിന് ആളുകളാണ് അന്ന് ഒരുമിച്ച് കൂടിയത്. എല്ലാവർക്കും അറിയാം, അദ്ദേഹം ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവരും കണ്ടിരിക്കും. അത്രയും ജനാബിൽ അദ്ദേഹം 21 വർഷത്തോളം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയെടുത്ത വലിയൊരു നേട്ടമാണ്. ഏതായാലും പല പ്രാവശ്യവും അദ്ദേഹത്തിനെ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു പണ്ഡിത കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വിവാഹം ചെയ്തിട്ടുള്ളത്. മറവും കണ്ണിയത്ത് ഉസ്താദിൻ്റെ ബന്ധത്തിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത്. ആ ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഉസ്താദിൻ്റെ ഓരോ പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ ഇനി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാനുള്ള പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി രോഗമുള്ള സമയത്തും അല്ലാത്ത സമയങ്ങളിലൊക്കെ പല പ്രാവശ്യവും അവിടെ പോയി നമുക്ക് പല പരിപാടികളിലും പങ്കെടുക്കാൻ
സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം അസുഖമായി കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടക്കുന്നത്. അതൊക്കെ വളരെ കൂടി ഈ മനാട്ടിയിലുള്ള ആളുകളും മറ്റു ആളുകളൊക്കെ നടത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടതെല്ലാം നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ചെയ്തു കൊടുത്തു. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, അദ്ദേഹം പ്രത്യേകം ആ വാവൂര് ഭാഗത്ത് കൂടെ പോകുമ്പോൾ അൻവരി ഉസ്താദിൻ്റെ ഖബറിൽ പോയി സിയാറത്ത് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ വിനീതനായ ഞാൻ 2-3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഖബറിൽ പോയിട്ടുണ്ട്. പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഖബർ. അദ്ദേഹത്തിൻ്റെ പേരും എഴുതി വെച്ച മീസാങ്കല്ലടക്കമാണ്. ആ പള്ളിയിൽ ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. അതുകൊണ്ട് ആ കാരണങ്ങളിലൊക്കെ പോകുമ്പോൾ അൻവരി ഉസ്താദിൻ്റെ ഖബറിൽ പോയി പ്രത്യേകം സിയാറത്ത് ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി അദ്ദേഹത്തിന് നമുക്ക് പ്രാർത്ഥന മാത്രമാണ് ബാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നേരം പോക്കാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടി സംസാരിക്കാൻ അവസരത്തിന് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി, ഉസ്താദിനെ കുറിച്ചൊരു അനുസ്മരിക്കാൻ എനിക്കൊരവസരം തന്ന നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി